സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് 73 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവിധ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തതായുള്ള CAG റിപ്പോർട്ടും നേരത്തെ പുറത്തുവന്നിരുന്നു. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലുമായി കാലാവധി കഴിഞ്ഞ് കെട്ടിക്കിടക്കുന്ന മരുന്നിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് ആകെ 73,19,307.7 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നാണ് കെട്ടിക്കിടക്കുന്നത്. ഈ വർഷം നവംബർ 30 വരെയുള്ള കണക്കുകളാണ് വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എവിടെ എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല. നേരത്തെ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്ന CAG റിപ്പോർട്ട് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കണക്കുകളും പുറത്തു വരുന്നത്. ജനം, തിരുവനന്തപുരം.